ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമ്മൾ ദം ചെയ്ത് തന്നെയാണ് ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ദശ കട്ടിയുള്ള ഏത് മീനാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ അയക്കുറ വെച്ചിട്ടാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു 7 പീസ് മീൻ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒത്തിരി തിന്നല്ലാതെ നമുക്ക് അല്പം കട്ടിയോടുകൂടി തന്നെ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 തക്കാളി, 4 ഉള്ളി, 3-4 പച്ചമുളക് എന്നിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മസാല കുറവാണെങ്കിൽ ഉള്ളിയുടെ അളവ് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുവാൻ വേണ്ടി ഒരല്പം തേങ്ങ എടുത്ത് അതിലേക്ക് 2-3 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള കശുവണ്ടി പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകവും സാദാ ജീരകവും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം സാദാ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് നല്ല ജീരകം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് ഇതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ മീൻ പൊരിച്ചാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മീൻ പൊരിക്കുവാനായിട്ട് ഉള്ള കൂട്ട് നമുക്ക് റെഡിയായി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്ത ശേഷം ഈ മിക്സ് അല്പം വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ട് ഞെരടിയെടുക്കാം. ഒത്തിരി വെള്ളം അധികമാവാൻ പാടില്ല. അല്പം വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ മീനിലേക്ക് തേച്ച് നമ്മൾ ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കേണ്ടതാണ്. ഇതിനായിട്ട് നമുക്ക് ഈ മിക്സ് റെഡിയാക്കിയെടുക്കാം. മുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനെടുത്ത് അതിലേക്ക് ഈ മിക്സ് മെല്ലെ പുരട്ടി മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കഴുകി വച്ചിരിക്കുന്ന മീനാണ്. അതിലേക്ക് നമുക്ക് ഈ മസാല മെല്ലെ ചേർത്ത് ഓരോ മീനിലും ചേർത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ മീനൊക്കെ മസാല പുരട്ടി അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മീനൊക്കെ നന്നായി പൊരിച്ച് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ സാധാരണ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യാറ് ആ എണ്ണ തന്നെ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ ഓരോ പീസസ് എടുത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊരു പരന്ന പാൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒറ്റ തവണ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ എണ്ണ നമ്മൾ ബാക്കി വരുന്നത് കളയുന്നില്ല. അത് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ മീൻ വറുത്ത് മാറ്റി വയ്ക്കാം.
നമ്മുടെ മീനൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പരന്ന പാത്രം അടുപ്പിൽ വെച്ച് നമ്മൾ ഏത് പാത്രത്തിലാണോ മസാല തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ 4 ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി മുഴുവനായിട്ട് ഈ പശുവിൻ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളി ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ആ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയാണ്. അതിൻ്റെ എണ്ണ മാത്രം നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളകൊന്നും കരിഞ്ഞതൊന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട, എണ്ണ മാത്രം വറ്റിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് വയ്ക്കാം. അല്പം ഉപ്പൂടെ ചേർത്ത് വേണം നമ്മൾ നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടും. ഇനി ഈ ഉള്ളിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചതച്ചായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകിൻ്റെ പച്ചമണമൊന്നും മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഫിഷ് ബിരിയാണി നമ്മൾ ഫ്രൈ ചെയ്താണ് ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കന് ഈ ഉള്ളിയിലൊക്കെ കിടന്ന് വെന്ത് വരേണ്ടതുകൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. നമ്മുടെ ഫിഷ് ബിരിയാണിയിൽ അത്തരത്തിൽ വേവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വഴറ്റുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം വേവിക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നന്നായി വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 1.5 തക്കാളി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ അടിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആവശ്യമെങ്കിൽ അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിയിലൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ മണം ഇപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഗ്രേവിക്ക് കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഒരല്പം നമുക്കിതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ അല്പം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയിലൊക്കെ വഴന്ന് വന്ന നമ്മുടെ ഉള്ളി അല്പം വെള്ളത്തിലൂടെ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അല്പം മുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ ഫിഷിലൊക്കെ മുളക് പൊടി ചേർത്താണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പച്ചമുളക് നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം അല്പം മുളക് പൊടി കൂടെ ചേർത്ത് വഴറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ അവസരത്തിൽ തന്നെ ആവശ്യമാണെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം വേണം ചേർത്ത് കൊടുക്കുവാനായിട്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മസാല എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫിഷാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് അല്പം മസാല നടുവിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ മെല്ലെ വെച്ച് കൊടുക്കാം. നമ്മൾ മസാലയിൽ ചേർത്ത് ഇളക്കാത്തത്
നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ വളരെ സോഫ്റ്റാണ്. അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതുപോലെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ മസാല വച്ച് മൂടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മസാല ഇതിന് മുകളിലേക്ക് ആക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിൽ ആ മസാല നന്നായിട്ട് പിടിക്കുവാൻ വേണ്ടി ഒരു 5 നിമിഷം അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പിൻ്റെ അളവിലുള്ള 2 കപ്പ്, അതായത് 250 ml 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. സാധാരണ കൈമ റൈസാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കൈമ റൈസ് വേവിക്കുമ്പോൾ നമ്മുടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് ഞാൻ 2 കപ്പ് അരി അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പശുവിൻ നെയ്യ് നന്നായിട്ട് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെളിച്ചെണ്ണയും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലുമാണ്. ഈ 3 എണ്ണകളിലാണ് നമ്മൾ മിക്കപ്പോഴും റൈസ് വേവിച്ചെടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് 2 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, ഒരു നുള്ള് നല്ല ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. നമ്മൾ വെറും 2 കപ്പ് റൈസേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നന്നായി മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഈ കപ്പിൽ തന്നെ നമ്മൾ 2 കപ്പ് അരി എടുത്തതുകൊണ്ട് 4 കപ്പ് വെള്ളം നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് തിളക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി മാത്രമേ നമ്മൾ അരി കഴുകിയെടുക്കുവാനായിട്ട് പാടുള്ളൂ. നേരത്തെ തന്നെ കഴുകി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരി വെള്ളത്തിൽ കുതിർന്ന് മുറിഞ്ഞു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേണം നമ്മൾ അരി കഴുകി ഉടനെ തന്നെ നമുക്കത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ലോവിലാക്കിയ ശേഷം അരി വേവുന്നത് വരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വയ്ക്കാം. അരി ഒരു 1/4 വേവായിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇതേപടി തന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയുടെ മുകളിലേക്ക് നമുക്ക് ചൂടോടുകൂടി ഈ റൈസ് മെല്ലെ ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കട്ടകൾ ഉടച്ച് ചേർത്ത് വേണം റൈസ് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ദം ബിരിയാണിയിലൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ നമ്മുടെ മസാലയ്ക്ക് മുകളിലേക്ക് ഒരു ലെയർ റൈസ് എന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാനായിട്ട്. റൈസ് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് അമർത്തി കൊടുത്ത ശേഷം നമുക്കിതിന് മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടി അല്പം ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്, ഉള്ളി വറുത്തത്, മല്ലിയില എന്നിവ ചേർത്ത് അലങ്കരിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പാത്രം അടച്ചു വച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിന് മുകളിലേക്ക് 5 മിനിറ്റ് നേരം കനൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, ഒരു പരന്ന മൂടിക്ക് മുകളിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വശങ്ങളിൽ മൈദമാവ് ഒട്ടിച്ച് വെച്ചും ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ എത്ര എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡിയായെന്ന്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്